ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 തുടങ്ങുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാ സീസണുകളെ പോലെയല്ല ഈ ഒരു സീസണിൽ അഗ്നിപരീക്ഷ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നത്. അഗ്നിപരീക്ഷ ഓഗസ്റ്റ് 15 നടക്കും. അതായത് അഗ്നിപരീക്ഷയിൽ നമ്മുടെ ബിഗ് ബോസിലേക്കുള്ള കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസൺ വരെ ആകെ ഒരു കോമണറെ നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബിഗ് ബോസ് സീസൺ 8 ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ പ്രൊമോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അഗ്നിപരീക്ഷയിലെ ജഡ്ജസായിട്ട് 3 ജഡ്ജസാണ് വരുന്നത്, ഒരു അവതാരികയും. ഈ 3 ജഡ്ജസും നമ്മുടെ മുൻ ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികൾ തന്നെയാണ്. ഒന്ന് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അഖിൽ മാരാറ്, ടൈറ്റിൽ വിന്നറായിരുന്നു. അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി തന്നെയാണ്. അതുപോലെ തന്നെ റിയാസ് സലീം, അതും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി തന്നെയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റിയാസ്, ഗസ്റ്റായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇതിൻ്റെ ജഡ്ജസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവതാരികയായിട്ട് റനീഷ റഹ്മാനാണ് വരുന്നത്, അതും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി തന്നെയാണ്. അപ്പോൾ ഇവർ 3 പേരുമാണ് എത്തുന്നത്. അവർ പറയുന്നുണ്ട് തീപ്പൊരി ആയിരിക്കുന്നതിന്, തീപ്പൊരി ആയിട്ടില്ലെങ്കിലും അവരാക്കും, ടഫായിട്ടില്ലെങ്കിലും അവരാക്കുന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് അഗ്നിപരീക്ഷ കാണാതെ നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് രഞ്ജിനി പറയുന്നുണ്ട് ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അഗ്നിപരീക്ഷ കാണണം, ബിഗ് ബോസ് കാണണമെങ്കിൽ അഗ്നിപരീക്ഷ ഓഗസ്റ്റ് 15 കാണണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടനും ഇതിൻ്റെ ഇത് പറയുന്നുണ്ട്. അഖിൽ മാരാറായാലും റിയാസ് സലീം ആയാലും രഞ്ജിനി ഹരിദാസ് ആയാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. അതായത് മത്സരാർത്ഥികൾ എല്ലാവരും ഒപ്പം സ്ട്രോങ് ആയി തന്നെ വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 15 നടക്കുന്നത്, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പുതിയ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.